ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിറ്റുവേഷണൽ ഇംഗ്ലീഷിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ച് സീൻസ്, അതായത് വീഡിയോസ് നമ്മൾ പ്ലേ ചെയ്യും. അതിനകത്ത് കാണുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇംഗ്ലീഷിൽ പറയാനായിട്ട് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തതിന് ശേഷം മാത്രം ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന സെന്റൻസുകൾ കാണുക. ഇത് നിങ്ങളുടെ ഇംഗ്ലീഷിനെ ഒരുപാട് ഇംപ്രൂവ് ചെയ്യും. അപ്പം നമുക്ക് ആദ്യത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ആദ്യത്തെ വീഡിയോയിൽ കാണുന്ന എന്താണ്? ഒരു പെൺകുട്ടി അല്ലെ, ഒരു പെൺകുട്ടി ഒരു ഗിഫ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുന്നു. വളരെ എക്സൈറ്റ്മെന്റോടെയാണ് ആ ഗിഫ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുന്നത്. കൂടെ കുറെ കുടുംബക്കാര്, അച്ഛനാണെന്ന് തോന്നിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെ കുറെ പേര് ഇരിക്കുന്നത് കാണാം. എല്ലാവരും ഒരു ഹാപ്പിയാണ്. ആ പെട്ടിക്കകത്ത് എന്താണ്? കുറച്ച് ടോയ്സ് ആണ്. ഇതാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത്. അപ്പൊ ഇത് നമുക്ക് ഒന്ന് ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവലിൽ എത്തുമ്പം ഈ വീഡിയോയിൽ കാണുന്ന കാര്യങ്ങൾ ഒരു പാരഗ്രാഫ് പോലെ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റും. പക്ഷേ ആസ് എ ബിഗിനർ എന്ന നിലയിൽ നമുക്ക് ഓരോ സെന്റൻസ് ആക്കി എടുത്തെടുത്ത് പറഞ്ഞ് പരിശീലിക്കാം. അപ്പം നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ ആദ്യം കാണുന്നതാണ് ഒരു പെൺകുട്ടി ഒരു ഗിഫ്റ്റിന്റെ അടുത്ത് നിൽക്കുന്നു. ഇത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എ ഗേൾ സ്റ്റാൻഡ്സ് നിയർ എ ഗിഫ്റ്റ് അല്ലെ. എല്ലാ വാക്കുകളും നമുക്കറിയാം. എ ഗേൾ സ്റ്റാൻഡ്സ് നിയർ എ ഗിഫ്റ്റ്. എ ഗേൾ സ്റ്റാൻഡ്സ് നിയർ എ ഗിഫ്റ്റ്. പിന്നെ എന്താണ്? ആ കുട്ടി ഭയങ്കര സർപ്രൈസ് ആയി കാണപ്പെടുന്നു. ആ കുട്ടി വളരെ സർപ്രൈസ് ആയിരിക്കുന്നു. എങ്ങനെ പറയാം? ഷീ ലുക്സ് സർപ്രൈസ്ഡ്. അവള് ഭയങ്കര സർപ്രൈസ് ആയി കാണപ്പെടുന്നു. ഷീ ലുക്സ് സർപ്രൈസ്ഡ്. അപ്പൊ ആ സർപ്രൈസിൽ ആ കുട്ടി എന്താണ് ചെയ്തത്? അവളെ മൗത്ത് ഇങ്ങനെ കൈവച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട് അല്ലെ. ഇതെങ്ങനെ പറയാം? ഷീ കവേഴ്സ് ഹെർ മൗത്ത്. ഷീ കവേഴ്സ് ഹെർ മൗത്ത്. ഇനി ഗിഫ്റ്റ് ബോക്സ് എവിടെയാണ് ഇരിക്കുന്നത്? ടേബിളിന്റെ മുകളിലാണ് അല്ലെ. എങ്ങനെ പറയാം? എ ഗിഫ്റ്റ് ബോക്സ് ഈസ് ഓൺ ദ ടേബിൾ. എ ഗിഫ്റ്റ് ബോക്സ് ഈസ് ഓൺ ദ ടേബിൾ. അടുത്ത് എന്താണ് കാണുന്നത്? ബോക്സ് ഓപ്പൺ ചെയ്തു. എങ്ങനെ പറയാം? ദ ബോക്സ് ഈസ് ഓപ്പൺ. ദ ബോക്സ് ഈസ് ഓപ്പൺ. ബോക്സ് തുറന്നു അല്ലെ. ദ ബോക്സ് ഈസ് ഓപ്പൺ. ഇനി ബോക്സിനകത്ത് നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? എ ടോയ് ഈസ് ഇൻസൈഡ് ദ ബോക്സ്. എ ടോയ് ഈസ് ഇൻസൈഡ് ദ ബോക്സ് എന്ന് പറയാം. ഒരു ടോയ് ആ ബോക്സിന്റെ അകത്ത് കാണാം. എ ടോയ് ഈസ് ഇൻസൈഡ് ദ ബോക്സ്. ഇനി നമുക്ക് വീഡിയോയിൽ ആരെയൊക്കെ കാണാം? ആ കുട്ടിയുടെ അടുത്ത് ഒരാൾ ഇരിക്കുന്നതായിട്ട് കാണാം അല്ലെ. ആ കുട്ടിയുടെ അച്ഛനെന്ന് തോന്നിക്കുന്ന ഒരാൾ ഇരിക്കുന്നതായിട്ട് കാണാം. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? എ മാൻ സിറ്റ്സ് നെക്സ്റ്റ് ടു ഹെർ. അവളുടെ അടുത്തായിട്ട് ആരിയ്ക്കുന്നുണ്ട്? ഒരാൾ ഇരിക്കുന്നത്. എ മാൻ സിറ്റ്സ് നെക്സ്റ്റ് ടു ഹെർ. എ മാൻ സിറ്റ്സ് നെക്സ്റ്റ് ടു ഹെർ. ഇനി അയാളെ കുറിച്ച് പറയുമ്പോൾ എന്ത് പറയാം? ഹി ഈസ് സ്മൈലിംഗ്. അതെ, അയാള് ചിരിക്കുകയാണ്. ഹി ഈസ് സ്മൈലിംഗ് എന്ന് പറയാം. ഇനി അവർക്ക് പിറകിലായിട്ട് ഒരു ആൺകുട്ടി ഇരിക്കുന്നത് കാണാം അല്ലെ. എങ്ങനെ പറയാം? എ ബോയ് സിറ്റ്സ് ബിഹൈൻഡ് ദം. എ ബോയ് സിറ്റ്സ് ബിഹൈൻഡ് ദം. പിന്നെ കുറച്ച് സ്ത്രീകൾ അവിടെ ഇരിക്കുന്ന കാണാം അല്ലെ. അപ്പൊ രണ്ട് സ്ത്രീകള് ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്നുണ്ട് എന്ന് നമുക്ക് എങ്ങനെ പറയാം? ടു വുമൺ സിറ്റ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാം. അവരും ചിരിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ പറയാം? ദേ ആർ സ്മൈലിംഗ് അല്ലെ. അവരും ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ദേ ആർ സ്മൈലിംഗ്. ആ റൂമിന് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്, ഒരു വാം അറ്റ്മോസ്ഫിയർ ആണ് ഉള്ളത് അല്ലേ. അപ്പൊ അത് നമുക്ക് എങ്ങനെ പറയാം? ദ റൂം ഈസ് വാം. ദ റൂം ഈസ് വാം. അങ്ങനെയല്ലേ നമുക്ക് ആ വീഡിയോ ഒന്ന് മനസ്സിലാവുന്നത്. അപ്പൊ ദ റൂം ഈസ് വാം. ഇനി ആ വീഡിയോയിൽ നോക്കുമ്പോൾ അവിടുത്തെ ചുമരുകളിൽ കുറച്ച് ഫോട്ടോസ് നമുക്ക് കാണാൻ പറ്റും അല്ലെ. അത് നമുക്ക് വേണമെങ്കിൽ പറയാം. എങ്ങനെ പറയാം? there are photos on the wall. there are photos on the wall എന്ന് നമുക്ക് പറയാം. ഇനി ടേബിളിൽ എന്തുണ്ട്? ബുക്സുകൾ വെച്ചിട്ടുണ്ട് അല്ലെ. അതെങ്ങനെ പറയാം? ബുക്സ് ആർ ഓൺ ദ ടേബിൾ. ഈ ഓൺ ദ എന്ന് പറയുന്നത് എന്താ? ടേബിളിന് മുകളിലായതുകൊണ്ടാണ്. ബുക്സ് ആർ ഓൺ ദ ടേബിൾ. ഇനി മൊത്തത്തിൽ നമുക്ക് എന്ത് പറയാം? ആ ഫാമിലി ഭയങ്കര സന്തോഷത്തിലാണ് എന്ന് പറയാം അല്ലെ. അതെങ്ങനെ പറയുന്നേ? ദ ഫാമിലി ലുക്സ് ഹാപ്പി. ദ ഫാമിലി ലുക്സ് ഹാപ്പി. ഓക്കെ, അപ്പൊ ഇത്രയും സെന്റൻസുകൾ നമ്മൾ തന്നെ പറഞ്ഞു. അപ്പൊ ആ വീഡിയോയിൽ കൂടെ നമുക്ക് ആ വീഡിയോയിൽ ഒരുപാട് സെന്റൻസുകൾ നമുക്ക് ഇനിയും പറയാം. നമ്മൾ കാണുന്ന ഒരു മൈന്യൂട്ട് കാര്യമാണെങ്കിൽ പോലും അതിനെ നമുക്കൊരു സെന്റൻസ് ആക്കി പറയാം. ഇത് നിങ്ങളുടെ നിങ്ങൾക്ക് ഭയങ്കരമായ രീതിയിലുള്ള ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കുന്നതാണ് ഈ സിറ്റുവേഷണൽ ഇംഗ്ലീഷ്.
അപ്പൊ നമുക്ക് റിയൽ ആയിട്ട് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു എബിലിറ്റി നമ്മൾ ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണുന്ന എന്താണ്? ഒരു ഡെലിവറി ബോയ് ആണ് അല്ലെ. അവര് ഒരു പാർസൽ കൊടുക്കുന്നു, ഒരു ലേഡി അത് വാങ്ങുന്നു, അവര് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നു. അയാളും ഹാപ്പി ആയിട്ടിരിക്കുന്നു അല്ലെ. അയാൾ ഒരു ബൈക്കിലാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ആ ബൈക്കിന്റെ ഫോട്ടോ കാണാം, അയാൾ ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റുന്നത്. ഈ സെന്റൻസുകൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അപ്പൊ ആദ്യം എങ്ങനെ നമുക്ക് പറയാം? എ ഡെലിവറി ബോയ് കംസ് ടു ഡെലിവർ ഫുഡ്. ഫുഡ് ഡെലിവർ ചെയ്യാനാണ് വന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഒരു ഡെലിവറി ബോയ് ഫുഡ് ഡെലിവർ ചെയ്യാൻ വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് പറയേണ്ടത് അല്ലെ. എ ഡെലിവറി ബോയ് കംസ് ടു ഡെലിവർ ഫുഡ്. എന്താണ്? എ ഡെലിവറി ബോയ് കംസ് ടു ഡെലിവർ ഫുഡ് എന്ന് പറയാം. ഇനി അയാളുടെ യൂണിഫോം എങ്ങനെയാണ്? അയാൾ ഒരു ഓറഞ്ച് കളറിലുള്ള യൂണിഫോം ആണ് ഇട്ടിരിക്കുന്നത് എന്ന് പറയാം അല്ലെ. എങ്ങനെ പറയാം? ഹീസ് വിയറിംഗ് ആൻ ഓറഞ്ച് യൂണിഫോം അല്ലെ. ഹീസ് വിയറിംഗ് ആൻ ഓറഞ്ച് യൂണിഫോം. ഇനി അയാളുടെ കയ്യിൽ എന്താണുള്ളത്? അയാൾ ഒരു ഫുഡ് ബാഗ് കയ്യിൽ ക്യാരി ചെയ്തിട്ടുണ്ടെന്ന് പറയണം അല്ലെ. ഹീസ് ക്യാരിയിങ് എ ഫുഡ് ബാഗ് അല്ലെ. ഹീസ് ക്യാരിയിങ് എ ഫുഡ് ബാഗ്. അടുത്ത സെന്റൻസ് എന്താണ് നമുക്ക് പറയാൻ പറ്റുക? അയാൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? അയാൾ ഒരു ബൈക്കിലാണ് വന്നത് എന്ന് പറയാം അല്ലെ. ഹി കെയിം ഓൺ എ ബൈക്ക്. കാരണം ബൈക്ക് നമുക്ക് അടുത്ത് കാണാം. അപ്പൊ അയാൾ ഒരു ബൈക്കിലാണ് വന്നത് എന്ന് നമുക്ക് പറയാം. ഹി കെയിം ഓൺ എ ബൈക്ക്. അപ്പൊ ഈ ബൈക്ക് എവിടെയാണുള്ളത്? ആ ബൈക്ക് ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം അല്ലെ. എങ്ങനെയാണ് പറയാ? ദ ബൈക്ക് ഈസ് പാർക്ക്ഡ് ഓൺ ദ സൈഡ്. എങ്ങനെയാണ്? ദ ബൈക്ക് ഈസ് പാർക്ക്ഡ് ഓൺ ദ സൈഡ്. സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ നമുക്ക് പറയാൻ പറ്റുക? അയാൾ ഒരു ഹെൽമെറ്റ് വെയർ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാ പറയാൻ പറ്റുക? അയാൾ ഒരു ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് എങ്ങനെയാ പറയാ? ഹീസ് വിയറിംഗ് എ ഹെൽമെറ്റ്. നമ്മൾ നേരത്തെ ഓറഞ്ച് ഡ്രസ് ഇട്ടു എന്ന് പറഞ്ഞ പോലെ തന്നെ ഹീസ് വിയറിംഗ് എ ഹെൽമെറ്റ് എന്ന് പറയാം. ഇനി അയാൾ എന്താണ് ചെയ്യുന്നത്? അയാൾ ഫുഡ് ആർക്ക് കൊടുത്തു? ഒരു ലേഡിക്ക് കൊടുത്തു, ഒരു സ്ത്രീക്ക് അയാൾ ഫുഡ് കൊടുത്തു എന്ന് പറയണം അല്ലെ. ഹി ഗീവ്സ് ദ ഫുഡ് ടു എ ലേഡി. അയാൾ എന്താണ് ചെയ്തത്? ഹി ഗീവ്സ്. എന്താണ് കൊടുത്തത്? ദ ഫുഡ്. ആർക്കാണ് കൊടുത്തത്? ടു എ ലേഡി. ഹി ഗീവ്സ് ദ ഫുഡ് ടു എ ലേഡി എന്ന് നമുക്ക് പറയാം. ഇനി ആ ലേഡിയെ നോക്കുമ്പോൾ ആ ലേഡിയുടെ കയ്യിൽ ഓൾറെഡി ഒരു ഹാൻഡ് ബാഗ് ഉണ്ട് അല്ലെ. അത് നമുക്ക് എങ്ങനെ പറയാം? ദ ലേഡി ഈസ് ഹോൾഡിങ് എ ഹാൻഡ് ബാഗ്. അവരുടെ കയ്യിൽ ഒരു ഹാൻഡ് ബാഗ് ഉണ്ട്. ദ ലേഡി ഈസ് ഹോൾഡിങ് എ ഹാൻഡ് ബാഗ്. അവരൊരു ഹാൻഡ് ബാഗ് ഹോൾഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പിടിച്ചിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ദ ലേഡി ഈസ് ഹോൾഡിങ് എ ഹാൻഡ് ബാഗ്. ഇനി അവര് ആ ഫുഡ് അവന്റെ കയ്യിൽ നിന്നും എടുത്തു എന്നെങ്ങനെ പറയാം? ഷീ ടേക്സ് ദ ഫുഡ് ഫ്രം ഹിം. ഷീ ടേക്സ്. അവൾ എടുത്തു അല്ലെ. ദ ഫുഡ് ഫ്രം ഹിം. ആരുടെ കയ്യിൽ നിന്നാണ്? അവന്റെ കയ്യിൽ നിന്നും എടുത്തു. ഷീ ടേക്സ് ദ ഫുഡ് ഫ്രം ഹിം. അതുപോലെ നമുക്ക് വീഡിയോ നോക്കിയാൽ കാണാം, അവള് അയാളോട് ചിരിച്ചോണ്ടിരിക്കുകയാണ് അല്ലെ. അതെങ്ങനെ പറയാം? ഷീ സ്മൈൽസ് അറ്റ് ഹിം. ഷീ സ്മൈൽസ് അറ്റ് ഹിം. അയാളും ചിരിക്കുകയാണ്. അപ്പൊ അതെങ്ങനെ പറയാം? ഹീ സ്മൈൽസ് അറ്റ് ഹെർ എന്ന് പറയാം അല്ലെ. രണ്ട് രീതിയിലും പറയാം. ഇനി അത് വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം ആ സ്ത്രീ എന്താണ് ചെയ്യുന്നത്? അവർ ഉള്ളിലേക്ക് പോകുകയാണ് അല്ലെ. ഹൗസിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഇതെങ്ങനെ പറയാം? ഷീ ഗോസ് ഇൻസൈഡ് ദ ഹൗസ്. ഷീ ഗോസ് ഇൻസൈഡ് ദ ഹൗസ് എന്ന് പറയാം. അടുത്ത വീഡിയോയിലേക്ക് പോകാം നമുക്ക്. ഈ വീഡിയോയിൽ നമ്മൾ കാണുന്ന എന്താണ്? ഒരു ഡോഗിന് ഒരു സ്ത്രീ ഇങ്ങനെ ഒരു ബെൽറ്റിലിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് അല്ലെ. ആ ഡോഗ് വളരെ ഓടുന്നുണ്ട്, വളരെ സ്പീഡിൽ ഓടുന്നുണ്ട്. അവരതിനെ ചേസ് ചെയ്തുകൊണ്ട് ഓടുന്നുണ്ട്. അവരുടെ ഫേസ് കണ്ടാൽ അറിയാം അവർ ആ ഡോഗിനോട് ഇങ്ങനെ ഷൗട്ട് ചെയ്തുകൊണ്ടാണ് ഓടുന്നത്. കുറെ മരങ്ങളും ഇലകളൊക്കെയുള്ള ഒരു പ്ലേസിലൂടെയാണ് അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കിതൊന്ന് ഇംഗ്ലീഷിൽ പറയാൻ ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ആദ്യം നമുക്ക് പറയേണ്ടത് ഒരു ലേഡി ഒരു ഡോഗിനെ നടത്തിക്കാൻ കൊണ്ടുപോവാണ് എന്നുള്ളതാണ് നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു ഐഡിയ. അത് നമുക്ക് എങ്ങനെ പറയാം? എ വുമൻ ഈസ് വാക്കിംഗ് എ ഡോഗ് അല്ലെ. ഒരു ഡോഗിനെ നടത്താൻ കൊണ്ടുപോകുന്നതിന് നമ്മൾ എന്താണ് പറയുന്നത്? എ വുമൻ ഈസ് വാക്കിംഗ് എ ഡോഗ്. നടക്കാൻ കൊണ്ടുപോവുക. വാക്കിംഗ് എ ഡോഗ്. എ വുമൻ ഈസ് വാക്കിംഗ് എ ഡോഗ് എന്ന് പറയാം.
ഇനി ആ ഡോഗിന് നമ്മളൊരു ബെൽറ്റ് പോലത്തെ ഒരു സാധനത്തിലാണ് ഇട്ടിരിക്കുന്നത് അല്ലെ, അതിന് നമ്മൾ സാധാരണ പറയുന്നത് ലീഷ് എന്നാണ്. അപ്പൊ അത് നമുക്ക് എങ്ങനെ പറയാം? ദ ഡോഗ് ഈസ് ഓൺ എ ലീഷ്. ആ ലോങ് ബെൽറ്റ് പോലത്തെ ഒരു കയറില്ലേ, അതിനെയാണ് നമ്മൾ ലീഷ് എന്ന് പറയുന്നത്. ദ ഡോഗ് ഈസ് ഓൺ എ ലീഷ് എന്ന് പറയാം. പിന്നെ നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നത് ഡോഗ് വളരെ വേഗത്തില് ഓടുകയാണ്. എങ്ങനെ പറയാം? ദ ഡോഗ് ഈസ് റണ്ണിങ് ഫാസ്റ്റ്. ദ ഡോഗ് ഈസ് റണ്ണിങ് ഫാസ്റ്റ് എന്ന് പറയാം. അടുത്ത നമുക്ക് എന്താ പറയാൻ പറ്റുക? ആ ഡോഗ് ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് റൺ ചെയ്യുമ്പം അവരത് ഹോൾഡ് ചെയ്യാൻ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ നമുക്കത് എങ്ങനെ പറയാം? ദ വുമൺ ഈസ് ട്രൈയിങ് ടു ഹോൾഡ് ദ ലീഷ് അല്ലേ. വുമൺ ഈസ് ട്രൈയിങ് ടു ഹോൾഡ് ദ ലീഷ്. അവർ ആ ലീഷ് ഹോൾഡ് ചെയ്യാൻ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മുഖത്തുനിന്ന് നമുക്ക് അവരാകെ പേടിച്ചിരിക്കുന്ന പോലെ ഫീൽ ചെയ്യൂ അല്ലെ. അത് നമുക്ക് എങ്ങനെ പറയാം? ഷീ ലുക്സ് വറീഡ് അല്ലെ. ഇത് വിട്ടുപോകൂ എന്നുള്ളൊരു പേടി. ഷീ ലുക്സ് വറീഡ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിൽ കാണാം അവരിങ്ങനെ ഷൗട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അതെങ്ങനെ പറയാം? ഷീ ഈസ് ഷൗട്ടിങ്. ഷീ ഈസ് ഷൗട്ടിങ്. അടുത്തത് നമുക്ക് എന്ത് പറയാം? ആ ഡോഗ് അവരെ മുന്നിലോട്ട് ഇങ്ങനെ പുള്ള് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ, അല്ലെങ്കിൽ വലിച്ചോണ്ടിരിക്കുകയാണ്. അതെങ്ങനെ പറയാം? ദ ഡോഗ് ഈസ് പുള്ളിങ് ഹെർ ഫോർവേഡ്. മുന്നോട്ടേക്കാണ് വലിക്കുന്നത് അല്ലെ, അതുകൊണ്ടാണ് നമ്മൾ ഫോർവേഡ് എന്ന് പറഞ്ഞത്. അപ്പൊ ദ ഡോഗ് ഈസ് പുള്ളിങ് ഹെർ ഫോർവേഡ്. പുള്ളിങ് വലിക്കുകയാണ് അല്ലെ. ദ ഡോഗ് ഈസ് പുള്ളിങ് ഹെർ ഫോർവേഡ്. ഇനി അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ കണ്ടാൽ നമുക്ക് അത് എന്താന്ന് പറയാം? അതൊരു പാർക്കാണെന്ന് പറയാം അല്ലെ. അതെങ്ങനെ പറയാം? അവരൊരു പാർക്കിലാണ്. എങ്ങനെ പറയാം? ദേ ആർ ഇൻ എ പാർക്ക് എന്ന് പറയാം. ദേ ആർ ഇൻ എ പാർക്ക്. ഇനി അവർക്ക് ചുറ്റും കുറെ മരങ്ങളൊക്കെ കാണാം അല്ലെ നമുക്ക്. അതെങ്ങനെ പറയാം? ദേർ ആർ ട്രീസ് അറൗണ്ട് ദം എന്ന് പറയാം. ദേർ ആർ ട്രീസ് അറൗണ്ട് ദം. അവർക്ക് ചുറ്റും മരങ്ങളുണ്ട്. നിലത്ത് മുഴുവൻ ഇലകൾ വീണ് കിടക്കുന്നുണ്ട് അല്ലേ. ഇത് നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റുക? ലീവ്സ് ആർ ഓൺ ദ ഗ്രൗണ്ട്. നിലത്ത് എന്നുള്ളതിനാണ് നമ്മൾ ഗ്രൗണ്ട് എന്ന് ഉപയോഗിച്ചത്. ലീവ്സ് ആർ ഓൺ ദ ഗ്രൗണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. അടുത്ത വീഡിയോ കാണുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? ഒരാള് ഗോതമ്പ് മാവ് ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇത് നമുക്കൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് എന്താണ് അയാൾ ചെയ്യുന്നത്? അയാൾ കുറച്ച് ഗോതമ്പ് മാവ് കുഴച്ചോണ്ടിരിക്കുകയാണ് എന്ന് പറയണം അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? എ മാൻ ഈസ് നീഡിങ് വീറ്റ് ഫ്ലോർ എന്ന് പറയാം. നമ്മൾ സാധാരണ ഈ കുഴയ്ക്കുന്നതിന്, ഇങ്ങനത്തെ മാവ് കുഴയ്ക്കുക എന്നുള്ളതിന് നീഡിങ് എന്നാണ് പറയുന്നത്. ഇനി ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഈ വാക്കൊരു ഫെമിലിയർ അല്ല, പുതുതായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മിക്സിംഗ് എന്ന് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, എ മാൻ ഈസ് മിക്സിംഗ് വീറ്റ് ഫ്ലോർ. മിക്സിംഗ് എന്നത് ശരിയായ പ്രയോഗം അല്ല, എന്നാൽ കൂടെ നമ്മൾ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായി സംസാരിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് അതും വേണമെങ്കിൽ ഉപയോഗിക്കും. കാരണം ഈ നീഡിങ് എന്നുള്ളത് ചിലപ്പോൾ ഒരു പുതിയ വാക്കായിട്ട് പലർക്കും തോന്നാം. ഓക്കെ, അപ്പൊ എ മാൻ ഈസ് നീഡിങ് വീറ്റ് ഫ്ലോർ, അതാണ് അതിന്റെ കറക്റ്റായ പ്രയോഗം. പഠിച്ചു വെക്കാൻ പറ്റുന്നവര് പഠിച്ചു വെക്കുക. എ മാൻ ഈസ് നീഡിങ് വീറ്റ് ഫ്ലോർ. പിന്നെ അയാളെ നോക്കുമ്പോൾ നമുക്ക് എന്താണ്? അയാൾ ഒരു ആപ്രോൺ ധരിച്ചിട്ടുണ്ട് അല്ലെ. കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആപ്രോൺ ധരിച്ചിട്ടുണ്ട്. അതെങ്ങനെ പറയാം? ഹി ഈസ് വെയറിങ് ആൻ ആപ്രോൺ അല്ലെ. ഹി ഈസ് വെയറിങ് ആൻ ആപ്രോൺ. അപ്പൊ നമുക്ക് പല സെന്റൻസുകൾ ഇതിനു മുന്നേ പറഞ്ഞ സിറ്റുവേഷനിലൊക്കെ നമുക്കറിയാം കുറെ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് അല്ലെ. അവരെന്ത് ധരിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരേ പ്രയോഗങ്ങളിൽ പറയാൻ പറ്റും. അപ്പൊ നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്കിനി അടുത്തൊരു സിറ്റുവേഷൻ നമ്മുടെ റിയൽ ലൈഫിൽ വരുമ്പോഴും നമുക്കിത് പറയാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഇത് ഇങ്ങനെ പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം. അപ്പോ അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം. അടുത്ത നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? ഇനി ആപ്രോൺ ധരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ആപ്രോൺ ഏത് കളറിലാണെന്ന് നമുക്ക് പറയാം അല്ലെ. ദ ആപ്രോൺ ഈസ് ബ്രൗൺ ഇൻ കളർ അല്ലെ. ആപ്രോൺ ഏതാണ് കളറ്? ബ്രൗൺ ആണ്. ദ ആപ്രോൺ ഈസ് ബ്രൗൺ ഇൻ കളർ. ഇനി അടുത്ത സെന്റൻസ് നമുക്ക് എന്താണ് പറയാൻ പറ്റുക? ഒരു അറ്റ്മോസ്ഫിയറും അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് അടുത്ത സെന്റൻസ് എന്താ പറയാൻ പറ്റുക?
അയാൾ എവിടെ നിൽക്കുന്നതെന്ന് പറയാൻ പറ്റും അല്ലെ. അയാൾ ഒരു കിച്ചണിലാണ് നിൽക്കുന്നത്. പക്ഷെ അതൊരു സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള ഒരു കിച്ചൺ അല്ല, ഒരു ബേക്കറിന്റെ കിച്ചൺ ആണെന്നാണ് നമുക്കത് മനസ്സിലാവുക അല്ലെ കാണുമ്പോൾ. അപ്പൊ അത് നമുക്ക് പറയാം. ഹി ഈസ് ഇൻ എ ബേക്കറി കിച്ചൺ. ഹി ഈസ് ഇൻ എ ബേക്കറി കിച്ചൺ. ഒരു ബേക്കറി കിച്ചന്റെ ഉള്ളിലാണ് അയാൾ ഉള്ളത്. അപ്പൊ നമുക്ക് അടുത്ത ഒരു വീഡിയോ കാണാം. ഈ വീഡിയോ കാണുമ്പോൾ നമുക്കറിയാം രണ്ടുപേര്, ഒരു ബോയ് ആൻഡ് എ ഗേൾ, അവർ രണ്ടുപേരും കൂടെ അവരുടെ ടാബ്ലറ്റിൽ അല്ലെങ്കിൽ ഒരു ഫോൺ ആയിക്കോട്ടെ, ഒരു ടാബ്ലറ്റിൽ അവരെന്താണ് എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അവരതിങ്ങനെ വളരെ സൂക്ഷ്മതയോടെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴെന്താ സംഭവിക്കുന്നത്? പെട്ടെന്ന് അതിന്റെ അകത്ത് എന്തോ ഒരു സീൻ വരുന്നു. അവർ വളരെ ഷോക്ക് ആവുന്നു. പെട്ടെന്ന് രണ്ടുപേരും ഒന്ന് ഞെട്ടുന്നു. അവർ വീഡിയോ തുടർന്ന് കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് നമ്മളെ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഇത് നമുക്കൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാം. അപ്പൊ ആദ്യത്തെ സെന്റൻസ് നമുക്ക് എന്താണ് പറയാൻ പറ്റുക? അവര് രണ്ടുപേരും കൂടെ ഇരുന്ന് വീഡിയോ കാണുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുക അല്ലെ. അപ്പൊ എന്ത് പറയാം? എ ബോയ് ആൻഡ് എ ഗേൾ. അവിടെ ആരാണ് ഇരിക്കുന്നത്? ഒരു ബോയും ഉണ്ട്, ഒരു ഗേളും ഉണ്ട്. അതുകൊണ്ട് തന്നെ എ ബോയ് ആൻഡ് എ ഗേൾ എന്ന് നമുക്ക് പറയാം. ആർ വാച്ചിങ്, രണ്ടുപേരുള്ളതുകൊണ്ട് തന്നെ ആർ വാച്ചിങ് എന്ന് പറയണം. എ ബോയ് ആൻഡ് എ ഗേൾ ആർ വാച്ചിങ് സംതിങ്. എന്തുകൊണ്ട് സംതിങ് എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മൾ കാണുന്നില്ല അവരെന്താ കാണുന്നതെന്ന് അല്ലേ. അതുകൊണ്ട് തന്നെ സംതിങ് എന്ന് പറയണം. എവിടെയാണ് കാണുന്നത്? ഓൺ എ ടാബ്ലറ്റ്. ഇത് നിങ്ങൾക്ക് രണ്ട് സെന്റൻസ് ആക്കി വേണമെങ്കിലും പറയാം. എ ബോയ് ആൻഡ് ഗേൾ ആർ വാച്ചിങ് സംതിങ് എന്ന് പറയാം. ഇനി എവിടെയാണ് കാണുന്നത് എന്നുള്ളത് വേറൊരു സെന്റൻസ് ആക്കി വേണമെങ്കിലും പറയാം. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? എ ബോയ് ആൻഡ് എ ഗേൾ ആർ വാച്ചിങ് സംതിങ് ഓൺ എ ടാബ്ലറ്റ് അല്ലെ. ഇനി ഒരു ഫോൺ ആണെങ്കിൽ ഓൺ എ ഫോൺ എന്ന് പറയാം. എ ബോയ് ആൻഡ് എ ഗേൾ ആർ വാച്ചിങ് സംതിങ് ഓൺ എ ടാബ്ലറ്റ്. ഇനി അവരെങ്ങനെയാണ് ഇരിക്കുന്നത്? അവർ ഭയങ്കര ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലെ. അതും ഒരു സോഫയിലാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ അതെങ്ങനെ പറയാൻ പറ്റും? ദേ ആർ സിറ്റിംഗ്. ഇരിക്കുക എന്നുള്ളതിന് സിറ്റിംഗ് എന്നല്ലേ പറയാം. അപ്പൊ ദേ ആർ സിറ്റിംഗ് ക്ലോസ് ടുഗെദർ ഓൺ എ സോഫ. ക്ലോസ് ടുഗെദർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്, ടുഗെദർ എന്ന് പറഞ്ഞാൽ ഒന്നിച്ച്, ക്ലോസ് ആയിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ദേ ആർ സിറ്റിംഗ് ക്ലോസ് ടുഗെദർ ഓൺ എ സോഫ. ഓക്കെ, ദേ ആർ സിറ്റിംഗ് ക്ലോസ് ടുഗെദർ ഓൺ എ സോഫ. ഇനി ആ ആൺകുട്ടി ആ പെൺകുട്ടിയുടെ ഷോൾഡറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ കൈ പിടിച്ചിരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റുക? ദ ബോയ് ഈസ് ഹോൾഡിംഗ് ഹെർ ഷോൾഡർ. ദ ബോയ് ഈസ് ഹോൾഡിംഗ് ഹെർ ഷോൾഡർ. അവളുടെ ഷോൾഡറിൽ പിടിച്ചിട്ടുണ്ട്. ഹോൾഡിംഗ് ഹെർ ഷോൾഡർ എന്ന് പറയാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വീഡിയോയിൽ കാണുന്ന എന്ത് കാര്യമാണ് പറയാൻ പറ്റുക? സഡൻലി എന്ത് ചെയ്തു? എന്തോ ഒരു സീന് ആ ടാബ്ലറ്റിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ വരികയും അവർ പെട്ടെന്ന് ഷോക്ക് ആവുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതെങ്ങനെ പറയാം? സഡൻലി സംതിങ് ഹാപ്പൻസ് ഓൺ ദ സ്ക്രീൻ അല്ലെ. സഡൻലി സംതിങ് ഹാപ്പൻസ് ഓൺ ദ സ്ക്രീൻ. സഡൻലി സംതിങ് ഹാപ്പൻസ് ഓൺ ദ സ്ക്രീൻ. പെട്ടെന്ന് സ്ക്രീനിൽ എന്തോ സംഭവിച്ചു. അപ്പൊ സഡൻലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് ആണ് സഡൻലി. ഇനി അവർ ഞെട്ടിപ്പോയി. എങ്ങനെ പറയാം? ദേ ആർ ഷോക്ക്ഡ് എന്ന് പറയാം. എന്താണ്? ദേ ആർ ഷോക്ക്ഡ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? അവര് ആ കണ്ട കാര്യം അവർ ആ ടൈമിൽ എക്സ്പെക്ട് ചെയ്തിട്ടില്ല അല്ലെ. അങ്ങനെ സംഭവിക്കുന്ന അവർ വിചാരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് ഞെട്ടിയത്. ഇത് നമുക്ക് എങ്ങനെ പറയാം? ദേ ഡിഡ്ന്റ് എക്സ്പെക്ട്. എന്താണ്? ദേ ഡിഡ്ന്റ് എക്സ്പെക്ട് വാട്ട് ദേ സോ. വാട്ട് ദേ സോ എന്ന് പറഞ്ഞാല് അവര് കണ്ടതെന്തോ. വാട്ട് ദേ സോ, അവര് കണ്ടതെന്തോ അത് അവര് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ദേ ഡിഡ്ന്റ് എക്സ്പെക്ട് വാട്ട് ദേ സോ. ഇത് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് നമുക്ക് പറയുന്ന സെന്റൻസുകളാണ്. അപ്പൊ ഇതിലെ സെന്റൻസുകളും വാട്ട് ദേ സോ, അവരെന്താണ് കണ്ടത് എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെയുള്ള ഫ്രേസസുകളൊക്കെ നമ്മൾ ഓർത്ത് ഇരിക്കുക. ഇനി അവരുടെ ഡ്രസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിലോ, രണ്ടുപേരും ഒരു ഡെനിം ജാക്കറ്റ് ഇട്ടതായിട്ട് നമുക്ക് കാണാം അല്ലെ. അതെങ്ങനെ പറയാം? ബോത്ത് ഓഫ് ദം ആർ വെയറിങ് എ മാച്ചിങ് ഡെനിം ജാക്കറ്റ്സ്. രണ്ടുപേരും ഒരുപോലത്തെയാണ് ഇട്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ഒരുപോലത്തെ ഇടുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? മാച്ചിങ്. രണ്ടുപേരും എന്നുള്ളതിനാണ് നമ്മൾ ബോത്ത് ഓഫ് ദം എന്ന് പറയുന്നത്. എന്താണ്? ബോത്ത് ഓഫ് ദം ആർ വെയറിങ് മാച്ചിങ് ജാക്കറ്റ്സ് അല്ലെങ്കിൽ ഡെനിം ജാക്കറ്റ്സ്. എന്താണോ ഇട്ടിരിക്കുന്നത് അത് പറയാം.